ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് കേട്ടോ. നമ്മുടെ തിരുവമ്പാടി കഴിഞ്ഞിട്ട് തിരുവമ്പാടി നിന്ന് പുന്നക്കൽ റൂട്ടിൽ തറിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പോകുന്ന ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ചങ്ങായിമാരും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ഇത് നമ്മളെ തിരുവമ്പാടി ജംഗ്ഷനിന്ന് നേരെ പുന്നക്കൽ റോഡിനാട്ടോ വരിക. പുന്നക്കൽ റോഡിന് നേരെ പോരുക. ഇത് നമ്മളെ തിരുവമ്പാടി വില്ലേജ് ഓഫീസിന്റെ അടുത്തുനിന്ന് റൈറ്റ് പുന്നക്കൽ റോഡ് കേട്ടോ. ഏകദേശം ഈ റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ പോന്നാൽ തറിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തും. റോഡിൽ പറഞ്ഞ തറിമറ്റം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അയ്യാറി കേരളം വില്ലേജ് വരുന്നത് ഇവിടെയാണ്, ഈ റൂട്ടിലാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഹായ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് ശിലാസ്ഥാപന കർമ്മം നടക്കുന്ന അയ്യാറി ഫൗണ്ടേഷൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലാണ്. ഇനി മുതൽ തിരുവമ്പാടിനെ അറിയപ്പെടുന്നത് മിക്കവാറും ഈ അയ്യാറി ഫൗണ്ടേഷൻ്റെ പേരിലായിരിക്കും. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ ഭാരവാഹികളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, അതിനെപ്പറ്റി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അയ്യാറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിഹാബ് എക്സലൻസ്, അത് ഇന്ത്യയിൽ തന്നെ ലോകത്തിൻ്റെ മാതൃകയായിട്ടുള്ള ഒരു സംഭവമാക്കിയിട്ട് കൊണ്ടുവരികയാണ്. ഇപ്പോൾ പാവപ്പെട്ടവരെ പുനരുദ്ധരിക്കുക, അതിൻ്റെ കൂടെ നമ്മളൊരു 50-50 ബേസിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള ഒരു സംഭവം തിരുവമ്പാടിയിലേക്ക് കൊണ്ടുവരികയാണ്. നാളെ തിരുവമ്പാടി അറിയപ്പെടുക അയ്യാറിൻ്റെ പേരിലായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഇത് കിടപ്പ് രോഗികളായി പോകുന്ന ആളുകളാണ്. നമ്മൾ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ആണ് ഈ പരിപാടി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, 4 വർഷങ്ങൾക്ക് മുന്നേ അതിൻ്റെ ഒരു മോക്കപ്പ് ഞങ്ങൾ കെയർഹോമിൻ്റെ മേലെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറക്ഷൻ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. ഏകദേശം 400 പേരോളം ഞങ്ങൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കിയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിലൊരു 80% ആൾക്കാർ ഇപ്പോൾ അവരെ ആത്മവിശ്വാസം കൂടുകയും അവർ പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റീഹാബിലിറ്റേഷൻ എക്സലൻസിൻ്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രോക്ക് മൂലമോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് മൂലമോ ശരീരം പൂർണ്ണമായോ ഭാഗികമായോ തളർന്ന ആളുകൾക്കുള്ള ഒരു സമ്പൂർണ്ണ പുനരധിവാസ പദ്ധതിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പുറമെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ ഒരു സ്ഥാപനം വരുന്നത് വഴി ഇത് ഭയങ്കരമായ നല്ലൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥാപനമായി മാറുന്നതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ജീവകാരുണ്യ ആരോഗ്യ പരിപാലനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ സന്നദ്ധ സംഘടനയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. കോഴിക്കോട് കേന്ദ്രമായി 3 പതിറ്റാണ്ട് കാലമായി നിസ്തുലമായ സേവനമാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനോടകം ലഭ്യമായിരിക്കുന്നത്. പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവിധ അപകടങ്ങൾ, അതുപോലെ തന്നെ സ്ട്രോക്ക് അടക്കമുള്ള കാര്യങ്ങളാൽ ജീവിതത്തിൽ കാലിടറിപ്പോയ നമ്മുടെ സഹോദരങ്ങളെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വളരെ ശാസ്ത്രീയവും സമഗ്രവുമായ റീഹാബിലിറ്റേഷൻ പദ്ധതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിഹാബ് എക്സലൻസ് എന്ന മഹത്തായ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ റീഹാബിലിറ്റേഷൻ സെന്ററിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകളുടെ പിന്തുണയും സഹായവും സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബൃഹത്തായ പദ്ധതിക്ക് ഇതിൻ്റെ പ്രവർത്തകർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു 30 വർഷം മുമ്പ് ഒരു സൗജന്യ മരുന്ന് വിതരണത്തിൽ കൂടി തുടങ്ങിയതാണ്. അൽഹംദുലില്ലാഹ് ഇപ്പം അതിൻ്റെ ഒരു വലിയൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഹെൽപ്പിംഗ് ഹാൻഡ്സിന് 17 ബ്രാഞ്ചസ് ഉണ്ട്. ടോട്ടൽ ഏകദേശം 300ഓളം ആൾക്കാരെ ഈ രീതിയിൽ അവരെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു വീട്ടിലേക്ക് പറഞ്ഞയക്കുക മാത്രമല്ല അവരെ അവിടുന്ന് കെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് വീട്ടിൽ വേണ്ട മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്നുണ്ട്. റാമ്പ്, ബാത്റൂമിലുള്ള മോഡിഫിക്കേഷനൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു വേർഷനായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അയ്യാറ് 120 രോഗികൾക്ക് ഇവിടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ കൊടുക്കുക, എന്നിട്ട് അവരെ ബാക്ക് ടു ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം.
ഇതാണ് ഇപ്പോൾ ഇവിടെ തറക്കല്ലിടാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ആ 70,000 സ്ക്വയർ ഫീറ്റിൻ്റെ പണിയാണ് ഇൻഷാ അള്ളാ ഇന്ന് തറക്കല്ലിടുന്നതോട് തുടങ്ങാൻ പോകുന്നത്. 2030 കൂടിയിട്ട് ഇത് ഓപ്പറേഷനിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പദ്ധതിയാണിത്. ഇൻഷാ അള്ളാ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം, ഇത് സക്സസ് ആവുന്നുള്ള പൂർണ്ണ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്.